യേശുവിനോട് പ്രാർത്ഥിക്കാൻ നിങ്ങളൊരു ക്രിസ്ത്യാനി ആകണമെന്നില്ല. ആത്മാർത്ഥമായ എല്ലാ പ്രാർത്ഥനകൾക്കും യേശു അപ്പച്ചൻ ഉത്തരം നൽകും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ മാത്രമല്ല ഈ ലോകത്തിൽ അത്ഭുതം നടക്കാറുള്ളത്. അത്ഭുതങ്ങളും രോഗസൗഖ്യവും ലോകത്തിൽ പലയിടത്തും നടക്കാറുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഒരു ശക്തിക്കും ചെയ്യാൻ കഴിയുകയില്ല. അതിൽ ഒന്നാണ് പാപത്തിൽ നിന്നുള്ള രക്ഷ. യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. പാപം ക്ഷമിക്കുക എന്ന് പറയുന്നതും പാപത്തിൽ നിന്നുള്ള രക്ഷ എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കണം. പാപം ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കുക എന്നതാണ്. എന്നാൽ പാപത്തിൽ നിന്നുള്ള രക്ഷ എന്ന് പറയുന്നത് മാപ്പ് ലഭിക്കുന്നത് മാത്രമല്ല, പാപത്തെ തോൽപ്പിക്കാനും പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയും വിടുതലും ലഭിക്കുക എന്നതാണ്. ബൈബിളിൽ യേശു അപ്പച്ചൻ്റെ അടുക്കൽ സൗഖ്യം തേടി വന്ന 10 കുഷ്ഠരോഗികളുടെ ഒരു കഥയുണ്ട്. 10 പേർക്കും സൗഖ്യം ലഭിച്ചുവെങ്കിലും ഒരാൾ മാത്രമാണ് കർത്താവിൻ്റെ അടുക്കൽ മടങ്ങി വന്നത്. ബാക്കി 9 പേരും തങ്ങളുടെ ജീവിതവുമായി മുമ്പോട്ട് പോയി. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മളുടെ ജീവിതത്തിൽ നടത്തിത്തരാൻ യേശു അപ്പച്ചന് കഴിയും. പക്ഷേ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണോ വേണ്ടയോ എന്നത് നമ്മുടെ മാത്രം തീരുമാനമാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം എന്താണെന്നറിയാമോ? മത്തായി 1:21 ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് പേർ വിളിക്കണം. പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കൊണ്ട് ഞാനൊരു പാപിയാണ് എന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും രക്ഷകനുമായി സ്വീകരിക്കണം. അപ്പോൾ നമുക്ക് പാപത്തിൽ നിന്നുള്ള രക്ഷ പ്രാപിക്കാൻ സാധിക്കും. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഈ വചനം എന്നോടുകൂടെ ഏറ്റുപറയാം. കർത്താവേ, ഞാൻ പാപിയാണെന്നും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവനാണെന്നും ഞാൻ ഏറ്റുപറയുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ മരിക്കുകയും മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ആമേൻ.